പോലുണ്ട് ഇവിടെയൊക്കെ വന്നിട്ട്. അങ്ങനെ ഇതാ ഞാനുണ്ടെങ്കിൽ ഇവിടേക്കൊന്നും വരില്ല, അത് വേറെ കാര്യം. റോഡൊക്കെ കണ്ടിട്ട് കുറേ കാലമായി. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാത്രമാണ് റോഡൊക്കെ ഒന്ന് കാണുന്നത് കേട്ടോ. അപ്പം നമ്മളിതാ പൂളക്കടവ് എത്തിട്ടോ. എടത്തി ഇനി നേരെ നമ്മൾ വീട്ടിൽ പോകുന്നു. ഉമ്മനെയൊക്കെ കൂട്ടി നമ്മൾ നേരെ പരിപാടിയുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഞങ്ങളിതാ വഴിയരികിലൂടെ പോവുകയാണ്. അതാ ഞാനിവിടെ എത്തി ഗായ്സ്. ഇവിടെ നല്ല റോസ് പൂവൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇതൊക്കെ പുതിയതാണെന്ന് തോന്നുന്നു. എല്ലാവരും ഇതാ ഇറങ്ങി. അമ്മൻ്റെ ചുരിദാർ കണ്ടോ, നല്ല രസമല്ലേ. എല്ലാവരും നല്ല ജിൽജിലായിട്ട് പോകണം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ടൗണിലെത്തി. അവിടെ ഒരു ഇൻവേർട്ടറിൻ്റെ ഷോപ്പിൽ കാറ് നിർത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇൻവേർട്ടറാണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഇവർ 3 പേര് ഇതാ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷോപ്പിലേക്ക് ഒരു പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഉമ്മയും പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ നോക്കി ഒക്കെ സെറ്റാക്കി വന്നാൽ മതി, ഞങ്ങൾക്ക് പോയിട്ടും വലിയ കാര്യമില്ല, ഇതിനെപ്പറ്റി എന്താണെന്ന് അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഓര് പോയി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ സാധനമൊക്കെ റെഡി ആയി. ഇതാ ഞങ്ങൾ കാറിൽ വെച്ചു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കായിരുന്നു റോഡിലൊക്കെ. ഇപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി കുളത്തറ എത്തണം. അപ്പോൾ മിന്നു ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒക്കെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഓള് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ണൂരായിനൊക്കെ പരിപാടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞോള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളിക്ക ഓളെ കൂട്ടാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഞങ്ങളിതാ ഏകദേശം ഗോകുലമോളിൻ്റെ അവിടെ എത്തിയിട്ടുള്ളൂ. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ചധികം തന്നെ പോകാനുണ്ട് കേട്ടോ. അങ്ങനെ റോഡിലൊക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, നല്ല തിരക്കാണ്. അങ്ങനെ എങ്ങനെയോ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ ഏകദേശം അവിടെ എത്തിട്ടോ. അവിടെ എത്തിയപ്പോൾ മിന്നുവിനെ കണ്ട് മിന്നുവിനോട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഉമ്മ. എന്താ പരിപാടിനെ പറ്റിയൊക്കെ ചോദിക്കുകയാണ്. പിന്നെ അതാ ഞങ്ങളെ അവിടെ വഴിയൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ ഇവരെല്ലാവരും റോഡ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറാണ്. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞാൻ അവിടേക്ക് കയറാണ്. ഇവന് തന്നെ ഞങ്ങളെ ഫ്രണ്ടിലൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഓരോ ഗ്ലാസ്സായിട്ട് അത് കുടിക്കണമല്ലോ പോയാൽ. അങ്ങനെ എല്ലാവരും അതൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന വന്നിട്ടോ. നല്ല ഭംഗിയില്ല ഇന്നെ കാണാൻ. ഇന്നയും ഉമ്മയും ഒരേപോലത്തെ ചുരിദാറൊക്കെ ഇട്ട് സെറ്റായിട്ടാട്ടോ വന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഫാമിലിയിലത്തെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളാണ് നല്ല ലേറ്റായിട്ട് എത്തിയത്. ഓരൊക്കെ കുറേ നേരത്തെ എത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ അടുക്കള കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എല്ലാ വീടും നോക്കിയാൽ ഞങ്ങൾ ഫസ്റ്റ് പെണ്ണുങ്ങളൊക്കെ അടുക്കള ആണല്ലോ പോവുക. അപ്പോൾ ഉമ്മ അടുക്കളയിലൊക്കെ പോയി ഒക്കെ കണ്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കിച്ചണൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ പിന്നെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്ക് കാണിച്ചു തരാൻ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ തിരിയുമ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഇവളിപ്പോഴാണ് വരുന്നത്. ഇവളെ ഹൗസ് വാമിങ് ആണ് കേട്ടോ. അപ്പോൾ ഓള് മേലെ ആയിരുന്നു. ഓളെല്ലാവരും ശ്രദ്ധിക്കുന്ന തിരക്കിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓള് മുകളിലായിരുന്നു. അപ്പോൾ വന്നിട്ടോ. ഇതാണ് ഇന്നെൻ്റെ മോൾ അഫി. അപ്പോൾ ഓളെ ഹൗസ് വാമിങ് ആണ്. അപ്പോൾ എമി മോൻ എന്തോ സങ്കടത്തിലാണെന്ന് തോന്നുന്നു. മറ്റോനെല്ലാവരും കണ്ടാൽ നല്ല ചിരിയൊക്കെ ഉള്ളതാണ്. പക്ഷെ ഓനെന്ന് എന്തോ ഒരു വിഷമത്തിലാണ്. അപ്പോൾ ഞങ്ങളിത് അവിടെ ഒരു മിറർ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. മിറർ കണ്ടാൽ അറിയാമല്ലോ, ഞാനും മിന്നും പിന്നെ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ടേ പോവുള്ളൂ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാനും. അപ്പോൾ പിന്നെ മേലെ കുറച്ച് നല്ല ലൈറ്റൊക്കെ കണ്ടപ്പോൾ അതെടുത്ത് പിന്നെ എല്ലാവരും പറഞ്ഞ് താഴെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മേലെ കൂടി ഒന്ന് കണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മേലേക്ക് കയറാണ് കേട്ടോ. അങ്ങനെ മുകളിലേക്ക് കയറിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നോക്ക് കാണാൻ ട്രോഫീൻ്റെ ഒക്കെ ഒരു വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുകളിലെ റൂമുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ. ഇവിടെ ഒരു റൂം ഇങ്ങനെയൊക്കെയാണ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അങ്ങനെ ഇവിടെ അവർ രണ്ടാരും ഇരിക്കുന്നു കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ രണ്ടാൾ എണീച്ച് പോയിട്ടോ. ഒരു വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായപ്പോൾ മെല്ലെ പോയതായിരിക്കും. അങ്ങനെ അവിടെ ഒരു മിറർ കണ്ടപ്പോൾ മിന്നുവിന് അവിടെ നിന്ന് വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത റൂം കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇന്നെൻ്റെ മൊളാഫിൻ്റെ റൂം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളെ കുറേ ഫാമിലിയിലത്തെ ആൾക്കാരൊക്കെ ഇവിടെയാണ് സെറ്റായിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഓരോടൊക്കെ സംസാരിച്ച് ഓരൊക്കെ ഫുഡൊക്കെ കഴിച്ചിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഞങ്ങൾക്ക് പോയിട്ട് വേഗം ഫുഡൊക്കെ കഴിച്ച് വരാമെന്ന്. അപ്പോൾ ഇതൊരു റൂം കൂടാണ്. അപ്പോൾ മുകളിൽ 3 റൂമുണ്ട് കേട്ടോ ടോട്ടൽ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനിയും ഉമ്മയേതാട്ടോ രണ്ടാളെ ഒരുമിച്ച് കാണാൻ പറ്റി. നല്ല രസമല്ലേ, ഒരു കളർ ചേഞ്ചിലാണ് കേട്ടോ എടുത്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്ന താഴേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം താഴേക്ക് ഇറങ്ങി പോവാണ്. ഇന്നെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ബാക്കിയൊക്കെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അവന് ഇവിടെ അങ്ങനെ നിൽക്കുന്നു. പക്ഷെ അവന് നല്ല എന്തോ വിഷമത്തിലാണ്. എന്നിട്ട് അവൻ എല്ലാവരെയും കണ്ടാലും നല്ല ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഞങ്ങൾ വിചാരിച്ചു ഉപ്പയും ഇവരൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടാവുമെന്ന്. നോക്കുമ്പോൾ ഒരു കഴിക്കുന്നേ കേട്ടോ. ഒരു ഞങ്ങളെ കൂടെ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളും വേഗം തന്നെ പോയി ഫുഡ് വാങ്ങി. നല്ല നെയ്ച്ചോറും ബീഫ് സ്റ്റൂ കറി ഉണ്ടായിരുന്നു, പിന്നെ നല്ല ചിക്കൻ കടായി ഉണ്ടായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ സൈഡായിട്ട് പല ഐറ്റംസും ഉണ്ടായിരുന്നു. നല്ല പിന്നെ ചൂടുള്ള പൊറാട്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നെയ്ച്ചോറും അതൊക്കെ ആട്ടോ വാങ്ങിയത്. അപ്പോൾ ഞാനും മിന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ അവരെന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. മിന്നു കാര്യമായിട്ട് എന്തോ ചിരിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ അവിടെ മന്ത്രിയൊക്കെ വന്ന് പറയുമ്പോൾ ഞാനും മിന്നും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സാറ് മുകളിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് താഴേക്ക് കേട്ടോ. അവരെ കൂടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മന്ത്രി റിയാസ് സാറാണ്. അപ്പോൾ അവരിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാൻ പറയുന്നുണ്ട്. ഞങ്ങളും അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് വിസിറ്റിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സാറ് വീട്ടിൽ പോവാണ് കേട്ടോ അവിടുന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് കഥ പറഞ്ഞ് ഈ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. അപ്പോൾ മിന്നു മുകളിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പോയതാട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിങ്ങനെ വരികയാണ്. പിന്നെ ഞങ്ങളിവിടെ കാണാത്തൊരു സ്ഥലമാണ് കേട്ടോ. അതൊരു ഹൈഡായിട്ടുള്ള സ്ഥലം. അവിടെ ഒരു കിണറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ പറയുന്നു അതിനെപ്പറ്റി. പിന്നെ ഞങ്ങളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാണ്. മിന്നു ഓളെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒക്കെ അവിടെ പരിപാടി ഉള്ളതുകൊണ്ട് ഓൾ അങ്ങോട്ടേക്ക് ഇനി കുറച്ച് ദിവസം മിന്നു അവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാണ്. എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളാണ് വേഗം പോകുന്നത്. എന്താ വെച്ചാൽ എനിക്ക് ഇവിടേക്ക് വരാൻ വേണം, എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളിതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ വേഗം നടന്നു പോകുന്നുണ്ട് കേട്ടോ. കാറും വണ്ടിയൊക്കെ കുറച്ച് അങ്ങോട്ടേക്കാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വേഗം വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ മിന്നു വണ്ടി എടുത്ത് വന്ന് മിന്നു പോവാണ് കേട്ടോ. ഓടിയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ ഇനി ഓളെ വീട്ടിലേക്കാണ് ഓൾ പോകുന്നത്. അങ്ങനെ മിന്നു വണ്ടിയിൽ കയറി ബായൊക്കെ പറഞ്ഞ് ഓൾ പോവാണ് കേട്ടോ. പിന്നെ ഞങ്ങളെ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കാറൊക്കെ വന്നപ്പോൾ ഇപ്പം ഹൈലൈറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇപ്പം ഇറങ്ങിട്ടോ. പിന്നെ ഇവർ രണ്ടാളും കൂടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കി തരാൻ വേണ്ടി പോവാണ്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലേക്ക്. എനിക്ക് ഇവിടെ എലത്തൂർ എത്തണമല്ലോ. അപ്പോൾ അവർ വരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.